കേട്ടോ. പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം. ചിലപ്പോൾ ഒരു തട്ടിപ്പിന്റെ തുടക്കം നമുക്ക് ഇവിടെ ഇല്ലാതാക്കാൻ പറ്റും. ചിലപ്പോൾ കുറെ മുമ്പുള്ളതാവും, എന്നാലും കുറെ ആളുകൾക്ക് ഈ അനുഭവം ഉണ്ടായിരിക്കും. ഞാൻ ഒരു ദിവസം പെരുമ്പാവൂരേക്ക് ബസ് കയറി. പെരുമ്പാവൂര് വരെ എൻ്റെ കൂടെ ഒരാളിരുന്നു. അയാൾ ഞാൻ ബസ്സിൽ നിന്ന് ശ്രദ്ധിച്ചപ്പോൾ അയാളെ കാലിന് വലിയൊരു കെട്ട്, ഒരു അസുഖം ബാധിച്ചൊരു കെട്ട് അയാളെ കാലിനുണ്ട്. നീരൊക്കെ ഒലിച്ച് കുറച്ച് നീര് പുറത്തേക്കൊക്കെ വന്നു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു എന്താ കാലിന് പറ്റിയെന്ന്. എന്റെ കൂടെ ഇരുന്ന ആളാ. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ലോറി ഡ്രൈവറാണ്, ലോറി സ്റ്റെപ്പിന് എടുത്തപ്പോൾ കാലിലേക്ക് വീണു, കാലിങ്ങനെ തോലെല്ലാം അരഞ്ഞു പോയി, അപ്പൊ ഇങ്ങനെ ആയതാണ്. പിന്നെ അയാള് ഫോണെല്ലാം അടിച്ചു പോയി സ്റ്റെപ്പിന് വീണപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും അയാളും പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ഇറങ്ങി. പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട് മലപ്പുറമാണ്, എൻ്റെ ലോറി ഇപ്പോൾ വേറെ ആൾ കൊണ്ടുപോയേക്കാണ്, 2 ദിവസം കഴിഞ്ഞാൽ ലോറി തിരിച്ചു വരും. അപ്പോൾ അതുവരെ എനിക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം, കാലിൽ നിന്ന് നീര് ഒലിച്ചു വരുന്നുണ്ട്, പിന്നെ എനിക്ക് അതുവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാം, നിങ്ങൾ എന്തെങ്കിലും തരികയാണെങ്കിൽ എൻ്റെ ഫോൺ ശരിയായ ഉടനെ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ആ സമയത്ത് അയാൾ എൻ്റെ താടിയിൽ വന്ന പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു തന്ന്, എൻ്റെ ഷോൾഡറിലുണ്ടായ കുറച്ച് പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ. നമ്മളുണ്ട് ഭയങ്കര വിശ്വസിച്ചു പോകും. അങ്ങനെ ആൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത പൈസ ഞാൻ ATM പോയിട്ട് 2000 രൂപ എടുത്ത് ആളെ കൈ കൊടുത്തു. അങ്ങനെ കൈ കൊടുത്തു. പിന്നീട് അയാൾ ആ പൈസ ഒക്കെ വാങ്ങി ഭയങ്കര എന്നെ ഹഗ്ഗൊക്കെ ചെയ്ത് ആൾ പോയി. പിന്നീട് ഒരിക്കലും ഞാൻ അയാളെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, ആ ആളെന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. 2-3 മാസം കഴിഞ്ഞിട്ട് ഒരു അഡ്രസ്സും ഇല്ല. ഞാൻ എപ്പോൾ പെരുമ്പാവൂർ പോകുമ്പോൾ അയാൾ അന്വേഷിക്കും, അയാളെ സ്റ്റാൻഡിലേക്ക് ഞാനിങ്ങനെ നോക്കും, പിന്നെ കണ്ടില്ല. ഇതേ അനുഭവം എനിക്ക് വീണ്ടും 2 ആഴ്ച മുമ്പ് വീണ്ടും ഉണ്ടായി. ഞാൻ സ്റ്റാൻഡിൽ ഇതേപോലെ ബസ് കാത്തിരുന്നപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ, ഒരു കാക്കി കുപ്പായൊക്കെ ഇട്ട ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ KSRTC ഡിപ്പോയിൽ വർക്ക് ചെയ്യണ ഒരാളാണ്, വർക്ക്ഷോപ്പിലാണ് ജോലി. അപ്പോൾ അയാൾ കണ്ടാൽ തന്നെയാണ്, കയ്യിൽ കുറെ ഗ്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യണ ഒരാളെ വിശ്വസിച്ചു. അയാളെ ഇവരൊക്കെ സംസാരം കേട്ടാലേ നമ്മൾ വിശ്വസിച്ചു, സ്നേഹവും അവരാ സംസാര ശൈലിയും ഒക്കെ. അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു ഞാനൊരു കൊറിയർ അയച്ചാണ്, KSRTCയിലാണ്, അപ്പോൾ അവർക്ക് പൈസ കൊടുത്താലേ അവർ സാധനം തരുള്ളൂ, അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ അയച്ചുതരാം, എനിക്ക് നിങ്ങൾ കയ്യിൽ ക്യാഷ് തരും വെച്ചു. അപ്പം നമ്പറൊക്കെ വാങ്ങി KSRTC വർക്ക് ചെയ്യുന്ന ആളല്ലേ, ഞാൻ അയാൾക്കൊരു 300 രൂപ കൊടുത്തു. പിന്നീട് ആ 300 രൂപ കൊടുത്ത ഉടനെ തന്നെ ഒരു ബസ് വന്നപ്പോൾ ഇതാണ് ബസ് പറഞ്ഞിട്ട് മൂപ്പര് ബസ്സിന്റെ അടുത്ത് പോയി. പിന്നെ അയാൾ നോക്കിയിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഈ 2 പേരും ഞാൻ എപ്പോഴും KSRTC സ്റ്റാൻഡ് ഞാൻ അന്വേഷിക്കും. ചിലപ്പോൾ ഇത് എൻ്റെ അനുഭവം മാത്രമാവില്ല, ഇതും കുറെ ആൾക്കാർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ സ്നേഹം, നമ്മുടെ ആ ഒരു കരുതലൊക്കെ ആൾക്കാർ മുതലാക്കിയിട്ട് അത് ഭയങ്കര പറ്റിക്കപ്പെടാണ്. പല ആളുകളും ചിലപ്പോൾ അന്യനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതൊരു മുൻകരുതലായിട്ട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തൊന്ന് കമന്റ് ചെയ്യണം. അതേപോലെ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നമ്മൾ നമ്മുടെ സ്നേഹം കരുതലേക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ ആളുകൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് ആ കൊടുത്ത പൈസനേക്കാളും കൂടുതൽ പടച്ചവൻ വേറെ തരും, അത് നമ്മുടെ വിശ്വാസം. എന്നാലും അവർ ഈ വാങ്ങുന്ന ആൾക്കാർ ഈ കുടുംബം പോറ്റാനാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം തന്നെ പല ആൾക്കാരെയും പറ്റിച്ചിട്ടാവും അവരിങ്ങനെ